നമസ്കാരം സുഹൃത്തുക്കളെ. അതൊരു CPM സ്ട്രോങ് ഹോൾഡായിരുന്നു. അപ്പം നമ്മൾ അവിടെ റിസർച്ചിന് പോയ സമയത്ത് നമ്മൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ മിക്ക വീടുകളുടെയും ഈ വരാന്തയിൽ ദേശാഭിമാനി ഉണ്ടായി പത്രം. അപ്പം നമ്മളൊരു ആളോട് ചോദിച്ചു, ഇങ്ങനെ 3-4 സ്ഥലത്ത് ഇങ്ങനെ അടുപ്പിച്ച് ദേശാഭിമാനി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഇത്തിരി പ്രായമുള്ള ആളാണ്, സ്റ്റോഞ്ച് കമ്മ്യൂണിസ്റ്റ്. അപ്പോൾ അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചു, നിങ്ങൾ ഇവിടെ ദേശാഭിമാനി മാത്രമേ ചേട്ടൻ വായിക്കുകയുള്ളൂ, നിങ്ങൾ നീച്ചോ? പറഞ്ഞു, ഞങ്ങളൊക്കെ വരിക്കാരാണ്, വായനക്കാരല്ല എന്ന് പറഞ്ഞു. അതുമായിട്ട് നമ്മൾ കൂട്ടിവെച്ച മറ്റൊരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പല വീടുകളിലും നമ്മൾ കണ്ടൊരു കാര്യം, വരാന്തയിൽ ദേശാഭിമാനി, അകത്ത് ജനൻ TV ആയിരുന്നു. അപ്പോൾ ആൾക്കാർ അതിൻ്റെ അതായത് ഇറ്റ്സ് ലൈക്ക് സെയിങ് ദാറ്റ് ദാറ്റ് ഔട്ട്സൈഡ് യു ആർ എ കമ്മ്യൂണിസ്റ്റ് ബട്ട് യുവർ റിമോട്ട് സിം ടു ബി വാർമിംഗ് അപ്പ് ടു BJP. പൊളിറ്റിക്കൽ ബ്രാൻഡ് കൺസൾട്ടൻ്റായ ഡൊമിനിക് സാവിയോ എന്ന വ്യക്തി സംസാരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അദ്ദേഹം ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിരവധി സ്ഥലങ്ങളിൽ ചെന്ന് ഡേറ്റയും മറ്റുമൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പാർട്ടി ഗ്രാമത്തിൽ, അവിടെ അറിയപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് ഗ്രാമം എന്ന പേരിലാണ്, പക്ഷേ അവിടെ ചെന്നപ്പോൾ അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടുള്ള കാര്യമാണ് അത്രേ അവിടെ പലയിടത്തും നടന്നത്. അതായത് അവരുടെ പൂമുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ദേശാഭിമാനിയായിരിക്കും കിടക്കുന്നത്, പക്ഷേ അവർ പോലും അത് വായിക്കില്ല. അകത്തളങ്ങളിൽ കാണുന്നത് ജനം ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് പുറമെ പ്രത്യക്ഷത്തിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് നടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കാലത്ത് അവർ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നിരിക്കണം, പക്ഷേ അകത്ത് ജനൻ TVയും അല്ലെങ്കിൽ BJPയോട് താല്പര്യമുള്ള തരത്തിലുള്ള വാർത്തകളും മറ്റും കാണുകയും ഒരവസരം വന്നു കഴിഞ്ഞാൽ BJPക്ക് വോട്ട് ചെയ്യാനും തയ്യാറായിരിക്കുന്ന ഒരു ജനത പാർട്ടി ഗ്രാമങ്ങളിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ തിരിച്ചുള്ളൂ നമുക്ക് കാണാൻ പറ്റില്ല. അതായത് പൂമുഖത്ത് ജന്മഭൂമി എന്ന പത്രം ഇട്ടിരിക്കുന്നു, അകത്ത് കൈരളി ചാനൽ കാണുന്ന ആരെയും ഒരുപക്ഷെ കേരളത്തിൽ കാണാൻ പറ്റില്ല. പുറത്ത് ജന്മഭൂമി ഇടുന്ന വ്യക്തിയാണെങ്കിൽ അകത്തും അവർ ജന്മഭൂമിയോ ഒക്കെ തന്നെയായിരിക്കും കാണുന്നത്. പക്ഷേ ഇവിടെ CPMൻ്റെ പാർട്ടി ഗ്രാമത്തിൽ, അതും വർഷങ്ങളോളം പതിറ്റാണ്ടുകളായിട്ട് പാർട്ടിക്കാരായിട്ട് ഇരിക്കുന്നവർ തന്നെ ആ പാർട്ടിയെ പതുക്കെ കൈവിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. കുറേ പഴയ ഒരു തലമുറയുണ്ടല്ലോ, ഇപ്പോഴൊരു 60 വയസ്സിന് മുകളിലോട്ടായിട്ട് നിൽക്കുന്ന, അവർ കൂടി മൺമറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പാർട്ടി ഇവിടെ മിച്ചം കാണുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. ആദ്യം ബംഗാളിൽ സംഭവിച്ചു, പിന്നീട് ത്രിപുരയിൽ സംഭവിച്ചു, അത് കേരളത്തിലും സംഭവിക്കാം എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അതായത് ആ പഴയകാല ആ കമ്മ്യൂണിസ്റ്റുകാർ കൂടി മൺമറഞ്ഞു പോയി കഴിഞ്ഞാൽ പുതിയ കാലത്ത് ഇപ്പോൾ ഈ പറയുന്ന പോലെ ജെൻസിയൊന്നും ഇവരുടെ ഈ ഖോഖോ വിളികൾക്കും അല്ലെങ്കിൽ ഇവരുടെ ഈ പ്രഹസനത്തിനൊന്നും കൂട്ടുനിൽക്കുന്നവരല്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാം EDയെ പ്രതിരോധിക്കാൻ വേണ്ടി അവർ ഒരു പ്രക്ഷോഭവും ഒരു കലാപത്തിനുമൊക്കെ അവർ ശ്രമിച്ചു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവർക്കതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായപ്പോൾ അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് വീണയ്ക്ക് സമൻസ് കിട്ടിയിരിക്കുകയാണ്. ആ സമൻസ് വാങ്ങിക്കൊണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ വേണ്ടി പോകുന്ന വീണയ്ക്ക് വേണ്ടിയിട്ട് അന്ന് നമ്മൾ കണ്ടതുപോലെ ഒരാൾ പോലും ഇനി തെരുവിലിറങ്ങാൻ പോണില്ല. എല്ലാവർക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായി. അതേപോലെ SFI ആവട്ടെ, DYFI ആവട്ടെ, ഇനി CPMനാവട്ടെ, വേലയും കൂലിയും ഇല്ലാതെ നടക്കുന്ന പാർട്ടിയുടെ എന്തെങ്കിലും നക്കാപ്പിച്ചയൊക്കെ കിട്ടി അതിൻ്റെ ഓരം പറ്റി നടക്കുന്നവർ മാത്രമേ സമരത്തിനും മറ്റുമൊക്കെ കാണൂ. അല്ലാതെ ഇതിനോടുള്ള താല്പര്യം കൊണ്ടോ അല്ലെങ്കിൽ ഇവരുടെ ആശയത്തിനോടോ ഇവരുടെ പ്രത്യയശാസ്ത്രത്തിനോടോ ഉള്ള ഇഷ്ടം കൊണ്ടൊന്നും വരുന്ന ആളുകളെയൊന്നും ഇനിയത്തെ കാലത്ത് കിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ്. പാർട്ടി ഗ്രാമങ്ങൾ തന്നെ മാറി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ചിലർക്കൊരു സംശയം ഉണ്ടാകും, അങ്ങനെയെങ്കിൽ അവിടങ്ങളിൽ എന്തുകൊണ്ട് BJP ജയിക്കുന്നില്ല എന്ന്. അത് തീർച്ചയായിട്ടും അവർ ഒരു അവസരത്തിന് വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ അവർക്കറിയാം BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുത്താൽ ജയിക്കില്ല എന്ന്. അതിനാൽ കമ്മ്യൂണിസ്റ്റുകാരെ തോൽപ്പിക്കാൻ വേണ്ടി തൽക്കാലം UDFന്, കോൺഗ്രസ്സിന്, അത് മുസ്ലിം ലീഗിന് പോലും അവർ വോട്ട് കൊടുക്കും. കമ്മ്യൂണിസ്റ്റ് കോട്ടയായ തളിപ്പറമ്പിലും പയ്യന്നൂരിലുമൊക്കെ ആ പാർട്ടി തോൽക്കണമെങ്കിൽ വിമതന്മാരാണ് നിന്നത്, പക്ഷേ അവരെക്കൊണ്ട് മാത്രം അങ്ങനെ ജയിക്കാൻ പറ്റില്ല. അതിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ പൂമുഖത്ത് ദേശാഭിമാനി ഇടുന്നവരും അകത്ത് ജനം കാണുന്നവരുമായിട്ടുള്ള ഒരു കൂട്ടർ അവിടെ വളർന്നു വരുന്നുണ്ട്. അവരൊക്കെ തന്നെയാണ് അതിന് കാരണം.